Good morning, teacher. Good morning. Good morning. Good morning, ma'am. നമുക്ക് start Good morning, ma'am. Good morning. നമുക്ക് start ചെയ്യാം. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ PMI ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 3 questions, 2 questions ആയി, third one. അപ്പം ക്വസ്റ്റ്യൻ നേരത്തെ നമ്മൾ എഴുതി യൂസിങ് ദി പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രൂവ് ദി ഫോളോയിങ് എന്ന് നമ്മൾ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. അതിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1 plus 1 by 1 plus 2 1 plus 1 by 1 plus 2 plus 1 by 1 plus 2 plus 3 plus etc. etc. plus 1 by 1 plus 2 plus etc. plus n is equal to 2n by n plus 1. 2n by n plus 1. അപ്പോൾ ഇതാണ് നമുക്ക് ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് പ്രൂവ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ് ആണിത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ നെയിം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പി ഓഫ് എൻ എന്ന് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നെയിം ചെയ്തു. നെക്സ്റ്റ് ചെയ്യേണ്ടത് പി ഓഫ് വൺ ചെക്ക് ചെയ്യാണ്. പി ഓഫ് വൺ ചെക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നോക്കണം, ഈക്വൽ ആണോ നോക്കണം. ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം പി ഓഫ് വൺ ഇസ് ട്രൂ. സോ LHS ഓഫ് പി ഓഫ് വൺ. എപ്പോഴും n ടേംസിന്റെ സമ്മാണ് വരുന്നതെങ്കിൽ എപ്പോഴും പി ഓഫ് വൺ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ടേം ആയിരിക്കും. അപ്പൊ ഇവിടെ സ്റ്റാർട്ടിംഗ് ടേം ഇസ് 1. സോ LHS is 1. P of 1 is 1. RHS കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും ചെയ്യാം, ആ റൈറ്റിൽ എന്നിലുള്ള ഒരു എക്സ്പ്രഷൻ ആണ് ഉണ്ടാവുക, അതിൽ എന്നിന് 1 കൊടുക്കുക. So it is 2 into 1 by 1 plus 1, 2 by 2. It's also equal to 1. So left side is 1, right side is 1. So therefore P of 1 is true. P of 1 is true. So P of 1 നമ്മൾ ചെക്ക് ചെയ്തു, അത് ട്രൂ ആണ്. ഇനി പി ഓഫ് കെ അസ്യൂം ചെയ്തിട്ട് പി ഓഫ് കെ പ്ലസ് 1 പ്രൂവ് ചെയ്യണം. സോ അസ്യൂം പി ഓഫ് കെ. പി ഓഫ് കെ കിട്ടാൻ ഇതിനകത്ത് ആ എക്സ്പ്രഷനകത്ത് എന്നിന് പകരം കെ കൊടുത്താൽ മതി. 1 plus 1 by 1 plus 2 plus 1 by 1 plus 2 plus 3 plus etc. plus 1 by 1 plus 2 plus etc. plus k equal to 2k by k plus 1. This is P of k. ഇനി നമുക്ക് P of k plus 1 പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൂവ് ചെയ്തു, നമ്മുടെ ആൻസർ ആയി. ബൈ PMI ഇറ്റ് ഈസ് ട്രൂ ഫോർ എവരി n എന്ന് നമുക്ക് പറയാം. അതിന് നമ്മൾ ചെയ്യുന്നത് ഈ P of k ആണ്, ഇതിൽ നിന്നുകൊണ്ട് ഇതാണ് നമുക്കത് P of k plus 1 പ്രൂവ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇതാണ്. അപ്പോൾ ഈ റിലേഷനിലാണ് നിന്നുകൊണ്ടാണ് ചെയ്യേണ്ടത്. അപ്പൊ ഈ റിലേഷനിൽ നിന്നുകൊണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിനെ ഇനി P of k plus 1 മാറ്റല്ലേ ചെയ്യുന്നത്. അപ്പോൾ P of k ഇതാണെങ്കിൽ ഒരു ടേം കൂടി ആഡ് ചെയ്താൽ ലെഫ്റ്റ് സൈഡ് ആവും P of k plus 1. അപ്പൊ നെക്സ്റ്റ് ടേം എന്താണോ അത് ഇതിന്റെ ഈ എക്സ്പ്രഷന്റെ രണ്ട് സൈഡും നെക്സ്റ്റ് ടേം ആഡ് ചെയ്യാണ് ചെയ്യുന്നത്, അതായത് ലെഫ്റ്റ് സൈഡിലെ നെക്സ്റ്റ് ടേം. അപ്പൊ നോക്കൂ, 1 ഹിയർ, സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ 1 plus 2, തേർഡ് ടേമിന്റെ ഡിനോമിനേറ്റർ 1 plus 2 plus 3, kth ടേമിന്റെ ഡിനോമിനേറ്റർ 1 plus 2 plus etc. plus k. ഇപ്പോൾ ഡിനോമിനേറ്റർ ഓരോ ടേം കൂടി വരുവാണ്. അപ്പൊ നെക്സ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 1 by 1 plus 2 plus etc. k plus 1 ആണ് നെക്സ്റ്റ് ടേം. അത് ഇതിന്റെ രണ്ട് സൈഡ് നമ്മൾ ആഡ് ചെയ്യാം. Adding 1 by 1 plus 2 plus etc. plus k plus 1 on both sides. അപ്പോൾ ഇത് ഈ k plus 1 പ്രീവിയസ് ടേം ആയി ഇപ്പുറത്ത് കാണുന്ന k ആണ് വരുന്നത്. ഇത് ആഡ് ചെയ്യുന്നു. So 1 plus 1 by 1 plus 2 plus 1 by 1 plus 2 plus 3 etc. 1 by 1 plus 2 plus etc. plus k plus next term 1 by 1 plus 2 plus etc. plus k plus 1 equal to 2k by k plus 1 റൈറ്റിലുണ്ട്. ഈ റൈറ്റിലും ഇതേ ടേം ആഡ് ചെയ്യണം. നമ്മളിപ്പോൾ ആഡ് ചെയ്തത് 1 by 1 plus 2 plus etc. plus k plus 1.
k plus k+1 ആണ്. അത് നമ്മൾ സൗകര്യത്തിന് ഇവിടെ എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ആ k ഇവിടെ ഡോട്ട് ഇട്ടിട്ട് അതിനകത്താണ് k വരെ. അപ്പോൾ നമ്മുടെ p of k+1 ന്റെ ലെഫ്റ്റ് സൈഡ് ഓക്കെ ആയി. ലെഫ്റ്റ് സൈഡിലേക്ക് ഇനി നോക്കേണ്ട കാര്യമില്ല. ഇത് LHS ആണ് ഏതിന്റെ p of k+1 ന്റെ. റൈറ്റ് സൈഡ് ആണ് നമുക്ക് ഇനി സിംപ്ലിഫൈ ചെയ്തിട്ട് എന്താണ് ഇത് സിംപ്ലിഫൈ ചെയ്തിട്ട് കിട്ടേണ്ടത് എന്ന് ആദ്യം ഒരു ഐഡിയ വേണം. അതിന് ഈ n-നെ k+1 കൊണ്ട് റീപ്ലേസ് ചെയ്താൽ കിട്ടുന്ന ആ റിസൾട്ട് എന്താണോ അതാണ് റൈറ്റ് ഹാൻഡ് സൈഡ്. അപ്പൊ ഈ n-നെ k+1 കൊണ്ട് റീപ്ലേസ് ചെയ്താൽ നമുക്കത് എന്താ വരിക? 2 into k+1 divided by k+1 plus 1, that is k+2. അപ്പൊ നമ്മുടെ a എന്ന് പറഞ്ഞാൽ ഇതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഇത് ഈ എക്സ്പ്രഷൻ കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ, now that right hand side is equal to 2k by k+1 plus 1 by, ഇനി ആ ഡിനോമിനേറ്റർ നോക്കുക. It is sum of first k+1 natural numbers. Denominator first k+1 natural numbers in the sum ആണ്. First n natural numbers in the sum n into n+1 by 2 ആണ്. So this is k+1 into k+1 plus 1 k+2 by 2. So that is equal to 2k by k+1 plus ഇത് ഈ 2 ന്യൂമറേറ്ററിലേക്ക് കയറി വരും. 2 divided by k+1 into k+2. സി ഇങ്ങനെ ആൻസർ ഒരു ഫാക്ടർ ആയിട്ട് അങ്ങനെയാണ് നമുക്ക് ആൻസർ കിട്ടേണ്ടത്. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ചെയ്യാം, ഈ രണ്ട് ടേംസിലുള്ള കോമൺ ഫാക്ടർ ഔട്ട് സൈഡിൽ എടുക്കുകയാണ്. ഈ രണ്ട് ടേംസിനെ നോക്കാം. ന്യൂമറേറ്ററിൽ ഒരു 2 ഉണ്ട്, ഡിനോമിനേറ്റർ k+1 ഉണ്ട്, അത് ഔട്ട് സൈഡിൽ എടുക്കുകയാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 by k+1 into 2 by k+1 ഫസ്റ്റ് ടേം ഔട്ട് സൈഡ് വന്നു, k മാത്രമാണ്. ഇവിടെ 2 by k+1 ഔട്ട് സൈഡിൽ വന്നു, that is 1 by k+2, that is equal to 2 by k+1 into, ഇനി അതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം, കമ്പൈൻ ചെയ്യാം. Then this k+2 is the common denominator. നമ്മൾ k+2 കൊണ്ട് k മൾട്ടിപ്ലൈ ചെയ്യണം. It is k square plus 2k. നമ്മൾ ചെയ്തത് k കൊണ്ട് k+2 നെ മൾട്ടിപ്ലൈ ചെയ്തു, അങ്ങനെയാണ് k square plus 2k എന്ന് കിട്ടിയത്. പ്ലസ് ഈ സെക്കൻഡ് ടേമിന്റെ ന്യൂമറേറ്റർ 1 ആണ്, 1. That is equal to 2 by k+1 into, ഇനി നോക്കൂ, k square plus 2k plus 1 എന്ന് പറഞ്ഞാൽ അത് k+1 whole square ആണ്. k+1 whole square divided by k+2. Now we can cancel it k+1 from numerator and denominator, so square പോയി. So it is 2 into k+1 divided by k+2. നോക്കൂ, അതാണ് p of k+1 ന്റെ റൈറ്റ് ഹാൻഡ് സൈഡ്. This is the RHS of p of k+1. ഇപ്പൊ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു, എന്താ p of k+1 എന്ന സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. Therefore we can say therefore p of k+1 is true. Therefore by principle of mathematical induction, Pn is true for all n element of n, for all natural numbers. ഡൗട്ട് ഏതെങ്കിലും സ്റ്റെപ്പിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. എഴുതി കഴിഞ്ഞാൽ പറയൂ. ടീച്ചർ
പറയും. താഴെന്ന് മൂന്നാമത്തെ സ്റ്റെപ്പ് ഒന്നുകൂടി പറയൂ. ഇതാണോ? അതെ ടീച്ചർ. അപ്പോൾ ഇത് നമ്മൾ രണ്ട് സൈഡ് 1/1 + 2 + എക്സെട്ര k + 1 ആഡ് ചെയ്തു. അതാണ് ഈ സ്റ്റെപ്പ്. പിന്നെ ഇതില് ഫസ്റ്റ് ടേം അതുപോലെ എഴുതി. ഇനി ഈ 1/1 + 2 + എക്സെട്ര k + 1, അതായത് ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാല് k + 1 നാച്ചുറൽ നമ്പർ, ആദ്യത്തെ k + 1 നാച്ചുറൽ നമ്പേഴ്സിന്റെ സം ആണ്. സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ n × n + 1/2 ആണ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ സം. അപ്പോൾ k + 1 നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ വരിക n-ന്റെ പ്ലേസിൽ k + 1. n × k + 1 × n + 1, k + 1 + 1, that is k + 2/2, n × n + 1/2. എന്നിട്ട് ഇത് റിവേഴ്സ് ചെയ്തിട്ടാണ് ഇങ്ങനെ 2 ന്യൂമറേറ്ററിൽ വരുന്നത്. 2/k + 1 × k + 2. ക്ലിയർ ആയോ? ഓക്കെ ടീച്ചർ, ക്ലിയർ ആയി. അതായത് നമ്മൾ യൂസ് ചെയ്തത് ഇതാണ്, summation n is n × n + 1/2, sum of first n natural numbers. കഴിഞ്ഞ പറയൂ. കഴിഞ്ഞു മാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Prove that 1 × 2 × 3 plus 2 × 3 × 4, 1 × 2 ഇങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. ഇത് ഇങ്ങനെ ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ഇൻറ്റു ആണ്. കാരണം ഈ ഡോട്ട് നിങ്ങൾ ശീലിക്കണം. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇൻറ്റു തന്നെ ഇട്ട് ശീലിച്ചാലുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ 1 × 2 + 2 × 3 ഇങ്ങനെ കണ്ടാൽ നിങ്ങൾ ഇത് 1.2 2.3 എന്നൊക്കെ വായിച്ചു പോകും. അതുകൊണ്ട് ഈ മൾട്ടിപ്ലിക്കേഷന് ഉള്ള ഈ നൊട്ടേഷൻ അതുപോലെ എഴുതാം. 1 × 2 × 3 plus 2 × 3 × 4 plus etc. n × n + 1 × n + 2. Equal to n × n + 1 × n + 2 × n + 3/4. n + 1 × n + 2 × n + 3/4. അപ്പോൾ ഇതാണ് നമുക്ക് ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഒന്ന് നെയിം ചെയ്യൂ, P of n. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? P of 1 ചെക്ക് ചെയ്യാണ്. അപ്പൊ എങ്ങനെ ചെക്ക് ചെയ്യുന്നത്? ലെഫ്റ്റ് സൈഡോ റൈറ്റ് സൈഡോ അതിന്റെ കാണണം. സോ LHS of P of 1. അപ്പൊ ഇത് ഇവിടെ നോക്കൂ. അപ്പൊ നമ്മൾ കൗണ്ട് ചെയ്യുക എപ്പോഴും 1 നിന്ന് തുടങ്ങിയിട്ടല്ലേ. അപ്പൊ ഇതിൽ എത്ര ടേംസ് ഉണ്ടെന്ന് ഇപ്പൊ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 1 ഉണ്ട്. 1 2 ഇങ്ങനെ വന്നാൽ
ഇത് n ആണ്. അതിൽ n ടേംസ് ആണുള്ളത്. പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം എന്ന് വരും n1 ആവുന്ന കേസിൽ. മിക്കവാറും എല്ലാ ക്വസ്റ്റിനും ഇങ്ങനെ പ്ലസ് ചെയ്തിട്ട ക്വസ്റ്റ്യൻസിലൊക്കെ n ടേംസ് ആയിരിക്കും. അപ്പൊ അതിന്റെ സ്റ്റാർട്ടിംഗ് ടേം ആണ് LHS of P of 1 വരിക. സോ that is here 1 into 2 into 3. 6. റൈറ്റ് സൈഡ് P of 1 ന്റെ കാണാൻ എന്താ ചെയ്യേണ്ടത്? n ന് 1 കൊടുക്കണം. RHS of P of 1 into 1 plus 1 2, 1 plus 2 3, 4, 1 plus 3 4 by 4. That is also 6. So LHS is equal to left side is equal to right side. Therefore, P of 1 is true. ഇത് ഈ പ്രിൻസിപ്പിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത് സ്റ്റെപ്പ് ഒക്കെ ക്ലിയർ ആയിട്ട് എഴുതണം. ഇപ്പൊ ഇത് ചെക്ക് ചെയ്തു ട്രൂ ആണെന്ന് കണ്ടാൽ അവിടെ എഴുതണം P of 1 is true. ആ P of 1 is true എന്ന് എഴുതുന്നതിനെല്ലാം മാർക്കുണ്ട്. ഓക്കെ, ഇനി P of k അസ്യൂം ചെയ്യാം. P of k എന്താ നോക്കുക? 1 2 3 2 3 4 എക്സെട്ര എന്നിനെ റീപ്ലേസ് ചെയ്യുക k കൊണ്ട്. k ഇൻറ്റു k പ്ലസ് 1 ഇൻറ്റു k പ്ലസ് 2 ഈക്വൽ ടു അതിനെ റൈറ്റ് സൈഡ് k കൊണ്ട് റീപ്ലേസ് ചെയ്യാം. k ഇൻറ്റു k പ്ലസ് 1 ഇൻറ്റു k പ്ലസ് 2 ഇൻറ്റു k പ്ലസ് 3 ബൈ 4. ഇതാണ് P of k. ഇനി P of k പ്ലസ് 1 പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് കഴിഞ്ഞു, ജോലി തീർന്നു. അപ്പൊ അതിനു വേണ്ടി P of k പ്ലസ് 1 പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുക ഈ P of k യുടെ രണ്ട് സൈഡും നെക്സ്റ്റ് ടേം ആഡ് ചെയ്യുക. നെക്സ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ടേം കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ ലെഫ്റ്റ് സൈഡ് P of k പ്ലസ് 1 ആകും. അതിനു വേണ്ടിയാണ് ഒരു ടേം കൂടെ ആഡ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിന്റെ രണ്ട് സൈഡും ആഡ് ചെയ്യാണ്. നോക്കൂ 1 2 3 2 3 4 ഇങ്ങനെയാണ് വരുന്നത് ടേംസ്. ഇപ്പോ 1 2 3 ഫസ്റ്റ് ടേം, പിന്നെ സെക്കൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ 2 3യിൽ നിന്നാണ്. 2 3 പിന്നെ ഒന്ന് ആഡ് ചെയ്തത്. അങ്ങനെ വരുമ്പോൾ ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടേം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നായിരിക്കണം. നെക്സ്റ്റ് ടേം k പ്ലസ് 1 k പ്ലസ് 2 ഒന്നുകൂടെ ആഡ് ചെയ്താൽ k പ്ലസ് 3 അടുത്ത വരും ഫാക്ടർ. സോ ആഡ് k plus 1 into k plus 2 into k plus 3 on both sides. ഇതാണ് രണ്ട് സൈഡ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. ആഡ് ചെയ്താൽ 1 2 3 2 3 4 k into k plus 1 into k plus 2 plus നോക്കൂ നെക്സ്റ്റ് വരിക k plus 1 k plus 2 k plus 3 that is equal to ഇതിന്റെ റൈറ്റ് സൈഡും ആഡ് ചെയ്യണം. that is k into k plus 1 k plus 2 k plus 3 by 4 ഉണ്ട് റൈറ്റ് സൈഡിൽ. ആ നെക്സ്റ്റ് ഇത് ആഡ് ചെയ്യണം k plus 1 k plus 2 k plus 3 ആഡ് ചെയ്യും. അപ്പോൾ ഇത് നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലെഫ്റ്റിലേക്ക് നോക്കേണ്ട ആവശ്യമേ ഇല്ല ഇതിന്റെ ലെഫ്റ്റ് സൈഡ്. കാരണം ഓട്ടോമാറ്റിക്കലി ലെഫ്റ്റ് സൈഡ് എന്തായി മാറി? P of k plus 1 ലെഫ്റ്റ് സൈഡ് ആയി, LHS ആയി. ഇനി റൈറ്റ് സൈഡ് എടുത്ത് സിംപ്ലിഫൈ ചെയ്ത് P of k plus 1 റൈറ്റ് ഹാൻഡ് സൈഡ് കിട്ടണം. അതിന് എന്താണ് P of k plus 1 റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് അറിയാൻ ഇതില് ഈ ക്വസ്റ്റ്യന്റെ റൈറ്റില് n പകരം n പ്ലേസിൽ k plus 1 കൊടുത്ത് നോക്കുക. അപ്പൊ മനസ്സിലാവും ഇത് സിംപ്ലിഫൈ ചെയ്ത് എന്ത് ആൻസറിലാണ് നമ്മൾ എത്തേണ്ടത്. അപ്പൊ അത് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആവും. അപ്പൊ എങ്ങനെ പോണം, എങ്ങനെ ഫാക്ടർ എടുക്കണോ, എങ്ങനെ സിംപ്ലിഫൈ ചെയ്യണമെന്ന് മനസ്സിലാവും. അപ്പൊ നോക്കൂ ഇവിടെ k plus 1 വന്നാല് k plus 1 ഒന്ന് എഴുതി നോക്കാം. n k plus 1 കൊടുത്താല് k plus 1 k plus 2 k plus 3
ഓരോന്ന് ആഡ് ചെയ്ത് വരികയാണ് ബ്രാക്കറ്റ്, ഓരോന്ന് ഇൻക്രീസ് ചെയ്ത് വരികയാണ്. അങ്ങനെ 4 ഫാക്ടേഴ്സ് ആണ് എഴുതേണ്ടത്. 1 2 3 നെക്സ്റ്റ് ഈസ് k plus 4 ഡിവൈഡഡ് ബൈ 4. ഇതാണ് നമ്മുടെ ഈ ആൻസർ. ലെഫ്റ്റ് റൈറ്റ് ഹാൻഡ് സൈഡ് സിംപ്ലിഫൈ ചെയ്തിട്ട്. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു. അപ്പൊ നമുക്ക് ഇനി ഒരു ഐഡിയ കിട്ടി. ഫാക്ടേഴ്സ് ആണ് ഔട്ട്സൈഡിലോട്ട് വരേണ്ടത്. അപ്പം ഈ രണ്ട് ടേംസിൽ നിന്ന് എന്തൊക്കെ കോമൺ ഫാക്ടർ കിട്ടും നോക്കാം. k plus 1, k plus 2, k plus 3 എടുക്കാം. രണ്ടിലുണ്ട്. ടേക്ക് ഇറ്റ് ഔട്ട്സൈഡ്. k plus 1, k plus 2, k plus 3 ഇൻറ്റു പിന്നെ ഇവിടെ ഫസ്റ്റ് ടേം k by 4 പ്ലസ് ഹിയർ ഇത് മുഴുവൻ നമ്മൾ എടുത്തു കഴിഞ്ഞു. മീൻസ് ഇറ്റ് ഇസ് 1. That is equal to k plus 1, k plus 2, k plus 3. ഇതൊന്ന് കമ്പൈൻ ചെയ്യാം. കമ്പൈൻ ചെയ്യുമ്പോൾ കോമൺ ഡിനോമിനേറ്റർ is 4. ഈ ബ്രാക്കറ്റിന്റെ k plus 4 into 1 is 4. ഇതൊക്കെ ഇൻറ്റു ആണ്, പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് ഈ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ ഇത് എല്ലാവരും കൂടെ ഉള്ള ഡിനോമിനേറ്റർ ആണ്. സോ ഇറ്റ് is k plus 1, k plus 2, k plus 3 into k plus 4 whole by 4 നൽകാം. ഇതാണ് നമുക്ക് കിട്ടേണ്ട റൈറ്റ് ഹാൻഡ് സൈഡ്. RHS of P of k plus 1. നമ്മൾ P of k plus 1 പ്രൂവ് ചെയ്തു. Therefore P of k plus 1 is true. So by induction, by principle of mathematical induction, Pn is true for all n element of n. This sentence or this step, it is also very important. The question prove ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ട്രൂ ആണെന്ന് എഴുതണം. It is true for every n എന്ന് എഴുതണം. ഡൗട്ട്സ് സ്റ്റെപ്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. എഴുതി കഴിഞ്ഞാൽ പറയൂ. കഴിഞ്ഞു മാം. Next question. Question number 5. Prove that 1 into 3 plus 2 into 3 square plus 3 into 3 cube plus etc. N into 3 raised to n plus n into 3 raised to n equal to 2n minus 1 into 3 raised to n plus 1. Raised to n plus 1 plus 3 by 4 plus 3 by 4. അപ്പം ഇതാണ് ഈ റിസൾട്ട് ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റിസൾട്ട് P of n എന്ന് നെയിം ചെയ്യുന്നു. ഇനി ഒന്ന് സ്റ്റാർട്ട് ചെയ്യൂ. P of 1 ആണ് ആദ്യം നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അതിന്റെ ലെഫ്റ്റ് സൈഡോ റൈറ്റ് സൈഡോ നോക്കിയാൽ എന്താ കിട്ടുന്നത്?
കിട്ടുന്നുണ്ടോ? എത്ര വരുന്ന? കിട്ടുന്നുണ്ട് ടീച്ചർ. ഓക്കെ. റൈറ്റ് സൈഡും 3 കിട്ടിയില്ലേ? യെസ് ടീച്ചർ. Yes. So P of 1 is 2. Then assume P of k. Assume P of k. 1 into 3, 2 into 3 square, 3 into 3 cube, etc. N into 3 raised to n. That is also 3 k into P of k. K into 3 raised to k equal to 2k minus 1 into 3 raised to k plus 1 plus 3 by 4. P of k നമ്മൾ assume ചെയ്തു. P of k plus 1 പ്രൂവ് ചെയ്യാൻ വേണ്ടി നെക്സ്റ്റ് ടേം ആഡ് ചെയ്യണം. പറയാമോ ഇതിൽ എന്താണ് നെക്സ്റ്റ് ടേം വരിക? ഇതിന്റെ നമുക്ക് 1 into 3, സെക്കൻഡ് ടേം 2 into 3 സ്ക്വയർ, അങ്ങനെ kth ടേം k into 3 raised to k. നെക്സ്റ്റ് ടേം will be എന്തായിരിക്കും? plus 1 into 3 raised to k plus 1. Okay, very good. ആരാണത്? Tara. Huh? Tara. Tara. Sarah. Teacher. Okay, very good. So add k plus 1 into 3 raised to k plus 1 on both sides. And 1 into 3, 2 into 3 square plus etc. K into 3 raised to k plus k plus 1, 3 raised to k plus 1 equal to right side അത് തന്നെ ആഡ് ചെയ്യുക. 2k minus 1 into 3 raised to k plus 1 plus 3 by 4. അതിനോട് കൂടെ k plus 1 3 raised to k plus 1 ആഡ് ചെയ്തു. ഇനി ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് ഒക്കെ ഓക്കെ ആയി. പി ഓഫ് കെ പ്ലസ് 1 ലെഫ്റ്റ് സൈഡ് ആയി കഴിഞ്ഞു. ഇനി റൈറ്റ് സൈഡ്, റൈറ്റ് സൈഡിനെ ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് പി ഓഫ് കെ പ്ലസ് 1 റൈറ്റ് സൈഡ് ആക്കണം. അപ്പൊ ആദ്യം എന്താ ഇവിടെ ഒന്ന് നോക്കുക. എന്നിനെ കെ പ്ലസ് 1 കൊണ്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടുമോ അതാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പം 2 into k plus 1 എന്ന് പറഞ്ഞാൽ 2k plus 2 minus 1 ഉണ്ട്. 2k plus 1 3 raised to k plus 2. എന്നിന് k plus 1 കൊടുത്തു. അപ്പോൾ n plus 1 എന്നത് k plus 2 ആയി, plus 3 by 4. ഇങ്ങനെ ഒരു വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ആണ് വേണ്ടത്. That is equal to. അപ്പോൾ ഒരു കാര്യം കൂടെ പ്രത്യേകം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നോക്കൂ. ഒരു ഇവിടെ ഒരു സെക്കൻഡ് ടേം ആയിട്ട് ഇങ്ങനെ ഒരു 3 നിൽക്കണം. ഡിനോമിനേറ്റർ ആയിട്ട് ഒരു 4 അവിടെ വേണം. ഇനി നമ്മൾ ആദ്യം ഇതൊന്ന് കമ്പൈൻ ചെയ്യാണ് ഈ രണ്ട് ടേംസും കൂടെ. 2k minus 1 into 3 raised to k plus 1 plus 3 plus ഈ 4 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 4k plus 4 എന്ന് എഴുതട്ടെ. ഈ 4 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4k plus 4 into 3 raised to k plus 1 whole divided by 4. ക്ലിയർ അല്ലേ? 4 ഇവിടെ വന്നു. ആ 4 കൊണ്ട് ഈ ബ്രാക്കറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയതാണ് 4k plus 4 into that. That is equal to. അപ്പോൾ ഇനി നോക്കൂ, ഈ 3 നമുക്കിവിടെ ആവശ്യമുണ്ട്. ഈ 3, അപ്പോൾ ഈ 3യെ നമ്മൾ അങ്ങ് മാറ്റി നിർത്തും ലാസ്റ്റിലോട്ട്. എന്നിട്ട് അപ്പോൾ ഇതൊരു ടേം, ഈ രണ്ട് ടേമിനെ നോക്കുക, അതിലേക്ക് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് കോമൺ ഫാക്ടർ 3 raised to k plus 1 എടുക്കാൻ പറ്റും. 3 raised to k plus 2 ആണ് ഇല്ലേ നമുക്ക് ആവശ്യം. 3 raised to k plus 1 കിട്ടുന്നുണ്ട്. ഇതിന് 3 raised to k plus 1 ഔട്ട്സൈഡ് എടുത്താൽ 2k minus 1 ആണ് ഇവിടെ, പ്ലസ് ഇവിടെ 4k plus 4 ആണ്. ഇത് രണ്ടുമാണ് നമ്മൾ കമ്പൈൻ ചെയ്തത്. പ്ലസ് write this 3 as the last term, whole by 4. ഇപ്പോൾ നമുക്ക് ഈ whole by 4 ആയി 3 ആയി, whole by 4 ആയി 3 ആയി. അതിന് ബാക്കി ഇവിടെയാണ് ഇനി സിംപ്ലിഫിക്കേഷൻ.
It is equal to 3 raised to k plus 1 into, ഇനി ഇത് നോക്കൂ, 2k plus 4k is 6k, minus 1 plus 4 is plus 3 by 4. That is equal to, ഇനി 6k plus 3 ൽ നിന്ന് നമുക്കൊരു 3 കോമൺ ഫാക്ടർ കിട്ടും, 3 അത് എടുക്കാം. 3 raised to k plus 1 into 3 ഔട്ട്സൈഡിൽ എടുത്തു. 3 എടുത്താൽ ഈ ബ്രാക്കറ്റ് പിന്നെ 2k plus 1 plus 3 by 4 ഇങ്ങനെയായി. That is equal to, ഇനി 3 raised to k plus 1 into 3, ഇത് രണ്ടും കൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുക പവർ ആഡ് ചെയ്യാണ്. ഇവിടെ 3 എന്ന് പറഞ്ഞാൽ 3 raised to 1 ആണ്. k plus 1 ഉം ഈ 1 ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ k plus 2. 3 raised to k plus 2, 2k plus 1 plus 3 by 4. എന്നിട്ട് നമ്മൾ സൈഡിൽ വാല്യൂ എഴുതി വെച്ച് നോക്കൂ, വാല്യൂ ആയി. അതിന് വേണമെങ്കിൽ ഒന്ന് തിരിച്ചൊന്ന് എഴുതിയാല, 2k plus 1 ഫസ്റ്റ് എഴുതി into 3 raised to k plus 2 plus 3 by 4 എന്ന് കിട്ടി. This is the right hand side of p of k plus 1. That is true. P of k plus 1 is true. Therefore, by PMI, Pn is true for every n element of n. Steps doubt ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ടീച്ചർ പറയൂ. ടീച്ചർ നമ്മൾ ഫസ്റ്റ് എഴുതില്ലേ 2k plus 1 3 into 3 k plus 2 plus 3 by 4, അത് ആ k plus 2 എങ്ങനെ ടീച്ചർ കിട്ടിയത്? എനിക്ക് അത് മനസ്സിലായില്ല. അവിടെ ചെയ്തത് മാത്രം ഫസ്റ്റ് എഴുതില്ലേ 2n minus 1 ഇത് മേലത്തെ ഇതല്ലേ ടീച്ചർ. അപ്പൊ ഇത് എന്ന് പറഞ്ഞാല് നമ്മുടെ റിസൾട്ടില് എന്നിനെ മാറ്റി k plus 1 കൊടുത്താൽ എന്താണോ അതാണ് നമുക്ക് k plus 1ന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് കിട്ടേണ്ടത്. അപ്പൊ എന്നിനെ മാറ്റി plus 1 കൊടുത്തപ്പോ ഇവിടെ 2k plus 1 കിട്ടിയത് മനസ്സിലായി. ഇവിടെ k plus 1 plus 1 അതാണ് k plus 1. മനസ്സിലായി ടീച്ചർ. കഴിഞ്ഞാൽ പറയൂ. കഴിഞ്ഞു ടീച്ചർ. ഓക്കെ, അപ്പൊ ഞാനൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ.